ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ആ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാതപീഠത്തിൽ കൂടുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സഹവാസിനെ ഓർത്ത് സ്തുതിക്കുന്നു. നമ്മളെ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രി അറിയിക്കുന്നു. കഴിഞ്ഞ ആ, 2 മാസങ്ങളായിട്ട് കർത്താവിൻ്റെ ക്ലാസ്സിലൂടെ അപ്പോസ്തല പ്രവൃത്തികൾ 12 അധ്യായങ്ങൾ വരെ വളരെ സൂക്ഷ്മമായി പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. 13-ാം അധ്യായം മുതലാണ് ഇന്ന് രാത്രി നമ്മളെ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിച്ച് നിർത്തി ഇങ്ങനെയാണ്. 25-ാമത്തെ ബർന്നബാസ് ശൗലും ശുശ്രൂഷ എന്നതിനു ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരൂശലേം വിട്ട് മടങ്ങിപ്പോകും. സ്തോത്രം. അവിടെയാണ് ബാസ്റ്റർ വായിച്ച് അവസാനം നിർത്തിയത്. തുടർന്ന് കുർബാനമായിട്ട് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന 13-ാം അധ്യായമാണ്. 13-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോഴാണ് പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. 13-ാം അധ്യായം മുതൽ അതിൻ്റെ 13 അധ്യായം തൊട്ട് 14, 15-ാം അധ്യായം അതിൻ്റെ 36 വരെയുള്ള വാക്യങ്ങളാണ് 1-ാമത്തെ മിഷണറി യാത്ര അതിൻ്റെ അവസാനം നമ്മൾ കാണും. അതായത് ഇതിൻ്റെ 1-ാം മിഷണറി യാത്രയുടെ ഘട്ടം നമ്മൾ കാണുന്നത് ഈ ഭാഗങ്ങളിലാണ്. ഇവിടെ നമുക്ക് സ്തോത്രം അപ്പോസ്തലനായ അല്ലെങ്കിൽ ഇവിടെ ശൗലിനെ പൗലോസ് എന്ന പേരിലേക്ക് ഇവിടെ ഈ 13-ാം അധ്യായം തൊട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ശൗൽ എന്നുള്ള പേര് പൗലോസ് എന്ന ലൂക്കോസ് പിന്നെ തുടർമാനമായിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ എല്ലാ അധ്യായങ്ങളും കാണുന്നത് ഇവിടം തൊട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കതൊന്ന് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വായിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇന്ന് രാത്രി കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീക്കർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. സ്തോത്രം. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ അവര് അന്ത്യോക്യയിലെ സഭയിൽ 5 പേരെയാണ് ഇവിടെ എടുത്തു കാണുന്നത്. ബർന്നബാസ്, ശൗൽ, അതുപോലെ നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ. ഇങ്ങനെ 5 പേരെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം സിറിയയിലെ ഒരു പുരാതന പട്ടണമാണ്. ഇന്ന് അത് തുർക്കിയുടെ ഭാഗമായിട്ടാണ് അന്ത്യോക്യ അറിയപ്പെടുന്നത്. സ്തോത്രം. തുർക്കിയിലാണ് നമ്മുടെ വെളിപ്പാടിൽ പറയുന്ന 7 സഭകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ബർന്നബാസും ശൗലിനെയും അവർ 2 പേര് ഉപദേഷ്ടാക്കന്മാരും മറ്റു 3 പേര്, അതായത് നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ, ഇവർ 3 പേരും പ്രവാചകന്മാരായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നീഗർ എന്ന പേരുള്ള ശിമോൻ ചരിത്രം പറയുന്നത് കുറേനക്കാരനായ ശിമോനാണ്. നമുക്കറിയാം യേശുവിൻ്റെ ക്രൂസ് ചുമന്ന ശിമോനാണ് ഇവിടെ അറിയപ്പെടുന്ന നീഗർ എന്ന പേരുള്ള ശിമോൻ. അദ്ദേഹം ഒരു ബ്ലാക്ക് ആഫ്രിക്കൻ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നു. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായ ശിമോനാണ് യേശുവിൻ്റെ ക്രൂശ് ചുമന്നത്. പിൽക്കാലത്ത് ആ ക്രൂശ് ചുമന്നത് മുഖാന്തരം അദ്ദേഹത്തിന്റെ തലമുറകൾ കർത്താവിന് വേണ്ടി വളരെ പ്രസിദ്ധരായി തീർന്നു എന്ന് നമുക്ക് റോമാലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ റൂഫസിനെ കാണുന്നുണ്ട്. അവരെല്ലാം കർത്താവിന്റെ വേലയിൽ വർത്തിച്ചു വരുവാൻ. പൗലോസ് ഈ ശിമോന്റെ വൈഫിനെ കുറിച്ച് പറയുന്നത് അവരുടെ അമ്മയായ എൻ്റെയും അമ്മ എന്നാണ് പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരാള് അത് കുറേനക്കാരൻ, അദ്ദേഹം ഇതുപോലെ ബ്ലാക്ക് ആഫ്രിക്കനാണ്, ലൂക്യോസ്. പിന്നെ
മനായൻ, ഇവർ 3 പേരുമാണ് പ്രവാചകന്മാർ. മനായൻ എന്ന് പറയുന്നത് ഒരു യരോദാവോട് കൂടെ, അതായത് യോഹന്നാൻ സ്നാപകന്റെ തല കട്ട് ചെയ്ത, അല്ലെങ്കിൽ പീലാത്തോസിന്റെ പീലാത്തോസ് സമയത്ത് യേശുവിനെ വിചാരണ ചെയ്യാൻ വിട്ടുകൊടുത്ത ആ ഹെരോദാവോട് കൂടെ വളർന്ന ഒരു മനായനാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഇവര് 3 പേര് പ്രവാചകന്മാർ, ശൗലും ബർന്നബാസും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരായിരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ അടുത്ത ഭാഗം 2-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, അപ്പൊ ഇവിടെ ഇവർ 5 പേര് കൂടിയിട്ട് അടുത്ത ഒരു നിയോഗം, അല്ലെങ്കിൽ ഇനി അടുത്തത് എന്തായി, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർ അടുത്തേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വൈഷമ്യമേറിയ ഒരു ഘട്ടം വരുമ്പോൾ, അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അവർ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്ന, അവർ കർത്താവിനെ ആരാധിച്ചു. അപ്പം അവിടെ ആരാധന എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഒരു സമ്പൂർണമായ ഒരു സമർപ്പണത്തെയാണ് അവിടെ വ്യക്തമായിട്ട് കാണുന്നത്. നമുക്ക് അടുത്ത തലത്തിൽ ഒരു മിനിസ്ട്രി ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളെ ഒരു സമർപ്പണത്തിന് വേണ്ടിയാണ് അവർ ഉപവസിച്ച് കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ ആരാധന, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരിക്കും. ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൻ സമർപ്പിക്കപ്പെട്ടവൻ ആയിരിക്കണമെന്നുള്ള ഒരു പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അവർ തങ്ങളുടെ ശരീരങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കർത്താവിനായിട്ട് വിട്ടുകൊടുക്കുന്നു. അതാ റോമാലേഖനം, നമ്മൾ ഇനി റോമാലേഖനമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ റോമാലേഖനത്തിലോട്ട് വരുമ്പോൾ പൗലോസ് 12-ാം അധ്യായം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കാൻ. അതാണ് ഒരു റീസണബിൾ വർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളെ എല്ലാ സഭായോഗത്തിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്, പാട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് അതെല്ലാം ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഒതുങ്ങി നിൽക്കുമ്പോൾ, ഇവിടെ ആരാധന എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ പൗലോസും അല്ലെങ്കിൽ ബർന്നബാസും അടങ്ങിയ ഉപദേഷ്ടാക്കന്മാർ ഈ 3 പ്രവാചകന്മാരോട് കൂടെ അന്ത്യോക്യയിലെ സഭയിൽ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ അടുത്തൊരു ഘട്ടത്തിലേക്ക് മൂവ് ചെയ്യുവാനായിട്ട് സഭ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരൊരുമിച്ചിരുന്ന് ഉപവസിച്ച് ആരാധിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവർ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്തോത്രം ഒരു പരിശുദ്ധാത്മ, അല്ലെങ്കിൽ പ്രവാചകന്മാർ കൂടെ. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ശബ്ദം, അല്ലെങ്കിൽ അവിടെ ഒരു ഹോളി സ്പിരിറ്റ് എന്നൊരു ഒരു ഓപ്പൺ എയറിൽ ശബ്ദം കേട്ടതായിട്ടല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പ്രവാചകനിലൂടെയാണ് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഇവരിൽ ആരാണ് പ്രവചിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് ഈ പ്രവാചകന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം അവർക്ക് അവിടെ അരുളി ചെയ്യാനിടയായി. അവരൊരു ശബ്ദം കേൾക്കുകയാണ്, ശൗലിനെയും ബർന്നബാസിനെയും എൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുവിൻ. അവിടെ പറയുന്ന പ്രത്യേകമായിട്ട് ഒരു കാര്യം, ഹല്ലേലൂയ സ്തോത്രം, അവരെ സെപ്പറേറ്റ് ചെയ്യപ്പെടുക. എൻ്റെ വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇനി നമ്മുടെ ഒരു വേലയും അവിടെ നടക്കത്തില്ല. ഇനി കർത്താവിൻ്റെ വേലയാണ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. പലപ്പോഴും ഈ നമ്മുടെ വേലയും കർത്താവിൻ്റെ വേലയുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു അനുഭവമല്ല. അവിടെ ടോട്ടലി കർത്താവിന് വേണ്ടി, കർത്താവിനായിട്ട് സ്തോത്രം സെപ്പറേറ്റ് ആയിട്ട് മാറുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ പ്രത്യേകമായിട്ട് കാണുന്നത്. കർത്താവിന് വേണ്ടി വേർപിരിയണം. നമ്മൾ വേർപിരിയണമെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ
അടുത്ത വാക്യന്റെ 3-ാമത്തെ വാക്യം ഇത് വായിച്ചു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഒരു മിഷനായിട്ട് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിഷണറി വേലയ്ക്കായിട്ട് സഭ അയക്കുമ്പോൾ, ആ സഭ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി ഉപവസിച്ചതായിട്ട് പിന്നെയും നമ്മൾ കാണും. ഒന്നാമത്തെ ഉപവാസം, അവർ കർത്താവിനെ ആരാധിച്ചു, ദൈവശബ്ദം കേൾക്കുക. ഇന്ന് ഞാനിതിൽ കൂടെ ഈ ചില ഭാഗങ്ങൾ നമ്മൾ ഈ ഭാഗത്തുകൂടെ സ്റ്റഡി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒന്ന് ആഴത്തിൽ പോവുകയും മറ്റു ചിലയിടത്ത് നിന്ന് അല്പം സ്പീഡായിട്ട് പോവുകയും ചെയ്യും. കാരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായമുണ്ട്. എത്ര മാസം കൊണ്ട് തീരുമെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ തന്നെ സച്ചിൻ പാസ്റ്റർ 3 മാസം കൊണ്ട് നമുക്ക് 12 അധ്യായം പൂർത്തിയാക്കിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഒരു 7 മാസം എടുക്കുക അപ്പോസ്തല പ്രവൃത്തികൾ തീരാനായിട്ട്. അപ്പം ഞാൻ ഇന്നിങ്ങനെ കേൾക്കാനിടയായി, റോമാലേഖനം 15 വർഷം കൊണ്ട് ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു സഭയെ പഠിപ്പിക്കാൻ ഇടയായി. 15 വർഷം എടുത്ത് ഒരു സഭയെ റോമാലേഖനം പഠിപ്പിക്കുക. അത്ര ആഴത്തിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അത്രയും ആഴത്തിലോട്ടൊന്നും വീശുവാനായിട്ട് കഴിയത്തില്ല. കാരണം നമുക്ക് തീർക്കുവാനായിട്ട് കഴിയത്തില്ല. എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം എന്നുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയും സമയത്തിന് തന്നെ ഞാൻ നിർത്തി. ചിലപ്പോൾ ഈ അധ്യായം മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് ഞാൻ ഇടിച്ച് നിർത്തുന്നതായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അവർ ഉപവസിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പം നമ്മളെ ഒന്നാമത്തെ അവരുടെ ഉപവാസം എന്ന് പറയുന്നത് അവർ ദൈവശബ്ദം കേൾക്കുവാനാണ്. നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉപവസിക്കുക എന്തിനാണ്? ദൈവശബ്ദം കേൾക്കാനാണോ, അതോ ഏതെങ്കിലും മറ്റുള്ള ഒരു ഡെലിവറൻസിന് വേണ്ടിയാണ്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ജഡ്ജ് ചെയ്യുകയോ വിധിക്കുകയോ ചെയ്യുന്നതല്ല. ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുക വളരെ ആത്മാർത്ഥത്തോടെ അപ്പോസ്തല പ്രവൃത്തികൾ, ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ മനസ്സിലാക്കുമ്പോൾ അവർ ഉപവസിച്ചതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും മനസ്സിലാക്കുവാനാണ്. ദൈവത്തിൻ്റെ നിയോഗം, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതല്ലാതെ മറ്റൊരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുക എന്നുള്ളതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഞാൻ വ്യക്തമായി, എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ഇതിനകത്ത് ഒന്നുകിൽ നമ്മുടെ സ്പിരിച്വൽ എഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ആത്മാക്ക ഡെലിവറൻസ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പദ്ധതിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ആലോചന, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസിനായിട്ടാണ് നമ്മൾ സാധാരണ ഉപവസിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഉപവാസം നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ഉപവാസം നമ്മളിവിടെ കാണുന്നത് അവരെ മിഷൻ ട്രിപ്പിന് അയക്കാനായിട്ട്, സ്തോത്രം, അവരുടെ മേൽ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ ഉപവാസത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ മേൽ, ആ മിഷണറിമാരുടെ മേൽ ദൈവത്തിന്റെ പദ്ധതികൾ ഹല്ലേലൂയ ഇമ്പാർട്ട് ചെയ്യപ്പെടുവാനിടയായി തീർന്നു. പ്രത്യേകമായ ഒരു അനോയിന്റിങ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ, അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ശൗലിനെ കുറിച്ച് സ്തോത്രം, അനന്യാസിനോടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നാമം ജാതികൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുപ്പാൻ, അല്ലെങ്കിൽ ഞാൻ വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത് ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന് 9-ാം അധ്യായത്തിൽ കർത്താവിന്റെ ദാസൻ അത് വ്യക്തമായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും തന്നെ ടച്ച് ചെയ്ത് പോകുന്നില്ലെങ്കിലും ഞാനിവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം, സ്തോത്രം, ഹല്ലേലൂയ, അവർ ഉപവസിച്ചു, അവരുടെ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. When they had fasted and prayed and laid their hands on them, they sent them away. സ്തോത്രം. അന്ത്യോക്യയിലെ സഭയിൽ നിന്നും അവരെ പറഞ്ഞ് അയക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു വ്യക്തിയെ ഒരു മിഷനിലേക്ക് നയിക്കുമ്പോൾ, അല്ലെങ്കിൽ മിഷനിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകത ഈ വചനത്തിൽ കൂടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തീർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയക്കുന്നു. സ്തോത്രം. അവര് ഹല്ലേലൂയ, അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, സ്തോത്രമാണ്, ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് അതിന്റെ 4-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, അവര് 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്
അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. ഉം. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അപ്പൊ ഈ അന്ത്യോക്യയുടെ അടുത്ത ഒരു പ്രദേശമാണ് സെലൂഷ്യ അല്ല, ഒരു വളരെ അടുത്താന്നാ പറയുന്നത്. 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സ്തോത്രത്തിൽ ചരിത്രം പറയുന്നു. അതിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ കുപ്രോസ് അല്ലെങ്കിൽ സൈപ്രസിലാണ് ഇവരുടെ അടുത്ത മിഷൻ ട്രിപ്പ് പോകുന്നത്. സൈപ്രസ് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ്, യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതൊരു ദ്വീപാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇത് സ്തോത്രം സൈപ്രസ് അല്ലെങ്കിൽ കുപ്രോസ്, നമ്മള് പഴയ നിയമം സംഖ്യാപുസ്തകം 24:24 ഈ സ്ഥലത്തിനെ കിത്തീം എന്നാണ് അറിയപ്പെടുന്നത്. സംഖ്യാപുസ്തകം 24:24 വാക്യത്തിൽ കിത്തീം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൈപ്രസിന്റെ അതിൻ്റെ മെഡിറ്ററേനിയൻ കടലിലെ ഒരു രാഷ്ട്രമാണ് ഇത്. പ്രത്യേകിച്ച് ഇതിനകത്ത് യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം എടുത്തിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യൻ രാജ്യമാണ് എങ്കിൽ തന്നെയും യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം എടുത്തുകൊണ്ട് ഇതൊരു യൂറോപ്യൻ രാജ്യമായിട്ട് കണക്കാക്കപ്പെടും. നമ്മൾ അത്രയും മനസ്സിലാക്കുക. ജസ്റ്റ് രാജ്യത്ത് സ്ഥലത്തിന്റെ പ്രകൃതി നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ഭാഗങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ പറഞ്ഞയക്കുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കും. എപ്പോഴും നമ്മളെ ഏത് പ്രവൃത്തിയും ഹോളി സ്പിരിറ്റിനാൽ നമ്മൾ ഗൈഡ് ചെയ്തപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഏതൊരു കാര്യവും ഹല്ലേലൂയ സ്തോത്രം നമ്മുടേതായ പ്ലാനുകളിലായിരിക്കരുത് നമ്മൾ നടത്തേണ്ടത് ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ മിഷനായാലും നമ്മുടെ ഏത് സുവിശേഷീകരണമായാലും, നമ്മളിപ്പം നാട്ടിലൊക്കെ നമുക്കറിയാം ഒരുപാട് പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഒരു ആ സഭയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഒരിക്കലും എന്നോടൊപ്പം അല്പം അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഞാൻ IPC ചർച്ചിലാണ് പോകുന്നത്. ഞങ്ങളുടെ IPCയിൽ ഈ എല്ലാ മാസത്തിന്റെ അവസാനം ഒരു പരസ്യവും നടത്തും. അപ്പം നമ്മൾ ഈ പരസ്യവും മൈക്കും സാധനവും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് മറ്റൊരു IPCക്കാരൻ്റെ മുമ്പിൽ നിന്നാണ് ഇത് പ്രസംഗിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ അവിടുന്ന് പിറക്കി കെട്ടി ചർച്ച് ഓഫ് ഗോഡിന്റെ മുമ്പിലേക്ക് വരുന്നു. സ്തോത്രം. എന്നിട്ട് ഇവിടെ കുറെ ഫോട്ടോയൊക്കെ എടുത്ത്, ഇതിന്റെ സെൻട്രൽ പാസ്റ്റർ അമേരിക്കയിലായിരിക്കും, പുള്ളിക്ക് ഈ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഈ പരസ്യവും ഒക്കെ നടത്തിയെന്ന് കാണിക്കാനായിട്ട്. ഇത് ഒരു ജഡിക പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മാനുഷിക പ്രവൃത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇതൊരു ദൈവത്തിന്റെ പത്യവും ദൈവ നിയോഗമല്ല. ദൈവത്തിന്റെ നിയോഗമാണെങ്കിൽ ആ സ്ഥലത്തല്ല, സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സ്തോത്രം. അതെല്ലാം തന്നെ ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവികമായ നിയോഗത്താലും കാഴ്ചപ്പാടിലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില പദങ്ങൾ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സൈപ്രസിലേക്ക് അല്ലെ കുപ്രോസിലേക്ക് പോയി. കുപ്രോസ് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ബർന്നബാസിന്റെ ജന്മസ്ഥലമാണ് കുപ്രോസ്. അത് നമ്മൾ പ്രവൃത്തികൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ അവിടെ ബർന്നബാസിന്റെ സ്ഥലമായതുകൊണ്ട്, ബർന്നബാസിന്റെ ജന്മദേശമായതുകൊണ്ട് ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ നല്ല കുറെ കൂടെ വിവരവും കാര്യവും ഒക്കെ ഉള്ളതായ അത് നമുക്ക് ബർന്നബാസിന് കുറെ കൂടെ അറിയാമെന്ന് വിചാരിക്കും. മാത്രമല്ല അവിടെയും ഒരുപാട് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് ആ കാലഘട്ടത്തിൽ ചരിത്രം പറയപ്പെടുന്നത്. 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് വൃത്യനായിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണുന്നത് കുപ്രോസ് ദ്വീപിൽ സലമീസ് എന്ന സ്ഥലത്ത് ഒരു യഹൂദന്മാരുടെ ഒരു സിനഗോഗിൽ ദൈവവചനം പ്രസംഗിച്ചു. അപ്പൊ എവിടെയും എങ്ങനെയും യേശുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ പള്ളിയെന്നോ അല്ലെങ്കിൽ പൊതുസ്ഥലമെന്നോ ഒരുപക്ഷെ ഇവിടെ വ്യക്തമായ ഒരു വിവരണമൊന്നും ഇവിടെ ലൂക്കോസ് നമുക്ക് നൽകുന്നില്ല. ഒരുപക്ഷെ അവരാ പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ പള്ളിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഈ സിനഗോഗിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പ്രസംഗിക്കുവാനായിട്ട്. അവിടെ പോയി ദൈവം അറിയിച്ചു. പക്ഷെ അവിടെ ആരെങ്കിലും മാനസാന്തരപ്പെട്ടോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്നൊന്നും ഇവിടെ ലൂക്കോസ് ഒരു വിവരണം നമുക്ക് തരുന്നില്ല. സ്തോത്രം. എന്നാൽ
ഒരു കാര്യം വ്യക്തമാണ്, ഈ രണ്ടു പേർ ഈ ദേശത്ത് വന്നത്, ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്തത്, ഹല്ലേലൂയ സ്തോത്രം, ആ ദേശം മുഴുവൻ അറിയുവാൻ ഇടയായി തീർന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഇതുവരെ സ്തോത്രം സിനഗോ അല്ലെങ്കിൽ അവിടെയുള്ള അന്നല്ലെങ്കിൽ ഏതെങ്കിലും ഇതിന്റെ ചരിത്രം ഞാൻ നോക്കിയപ്പോൾ ചില തത്വശാസ്ത്രങ്ങളും ചില പ്രഭാഷണ ശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം അവരെയൊക്കെ ചില കോളേജിലെ പ്രൊഫസർമാരാക്കി വെക്കും. അവരെ പണ്ഡിതന്മാരാണ്. എന്നാൽ പുതുതായിട്ട് ഒരു ഉപദേശം, ഒരു ശാസ്ത്രം അവർ കേൾക്കുകയാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ആ ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ ഒരു സുവിശേഷം, പുതിയ ഒരു ശാസ്ത്രം ആയിട്ട് രണ്ട് മിഷണറിമാർ ആ ദേശത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അവിടുത്തെ ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസിന്റെ ചെവിയിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. നമുക്ക് അതിന്റെ പെട്ടെന്നൊന്ന് വായിക്കാം, സമയം പോകുന്നില്ല. അവർ ദ്വീപിൽ കൂടെ പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ കൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അവരവിടെ ഈ പാഫോസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ഈ പാഫോസ് എന്ന് പറയുന്ന വളരെ, ഞാൻ അതിന്റെ നോക്കിയപ്പോൾ, ചരിത്രം നോക്കിയപ്പോൾ, വളരെ അധാർമികമായ എല്ലാ സാൻമാർഗിക പ്രവർത്തികളുടെയും കേന്ദ്രമാണ് പാഫോസ് എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ അധികാരമുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ പാഫോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രലിയ സൈപ്രസിന്റെ തെക്ക് പടിഞ്ഞാറ് തീരത്തുള്ള ഒരു പട്ടണമാണ് ഈ പാഫോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. അവിടെ ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിച്ചു. അത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് ഭൃത്യനായിട്ട് യോഹന്നാനാണ്. യോഹന്നാൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. ബർന്നബാസിന്റെ സഹോദരിയുടെ മകനാണ് ഈ യോഹന്നാൻ. ഈ യോഹന്നാനാണ് സുവിശേഷം എഴുതിയ മർക്കോസ് എന്ന യോഹന്നാൻ. യോഹന്നാൻ വളരെ ഒരു യൗവനക്കാരനാണ്. ഇവരുടെ സഹായിയായിട്ട് കൂടെയുണ്ട് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ ഈ ദേശാധിപതിയായ അല്ലെങ്കിൽ പ്രോ കോൺസിലായിരുന്ന ഈ സെർഗ്യോസ്, റോമൻ ഗവർണറായിരുന്ന സെർഗ്യോസ് പൗലോസ് ഈ വാർത്ത ചെവിയിലെത്തിയാണ്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെ വിളിച്ചിരുത്തി ഇതൊന്ന് കേൾക്കാമെന്ന് അവരെ വിളിച്ച് ഇരുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ കൂടെ ആയിരുന്നു. അപ്പൊ ഈ ഒരു കള്ളപ്രവാചക, യഹൂദരുടെ ബർയേശു എന്നാണ് അവന്റെ പേര്. ബർയേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മകൻ എന്നുള്ള അർത്ഥമാണ്. അവിടെ പേരും അവന്റെ പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന്റെ ചരിത്രം പറഞ്ഞ ലൂക്കോസിന് ഇത് ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടായതായി മനസ്സിലാക്കി. അതുകൊണ്ട് ഇവന്റെ ഒറിജിനൽ പേരാണ്. പിന്നെ ഇവനെ ബറേശു എന്ന് വിളിക്കാനായിട്ട് ലൂക്കോസ് ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഭാഗത്തിലോട്ട് വരുമ്പോൾ അവനെ ഏലിമാസ് എന്ന അർത്ഥത്തിൽ ഉള്ള ആ പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവന് മറ്റൊരു പേരുണ്ട്, ഏലിമാസ്. അപ്പോൾ ഈ സമയത്ത് സെർഗ്യോസ് പൗലോസ് സ്തോത്രലിയ അവർ രണ്ടുപേരെയും വിളിച്ച്, അവരെ കൊട്ടാരത്തിൽ വിളിച്ച് ഇവരോട് സുവിശേഷം കേൾപ്പാനായിട്ട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരവിടെ കടന്നു വന്ന് സുവിശേഷം പറഞ്ഞതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ഏലിമാസ് എന്ന് പറയുന്ന വിദ്വാൻ ഈ സുവിശേഷത്തിന് എതിര് നിൽക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതാണ് നമ്മൾ അടുത്ത ഭാഗം വായിക്കുന്നത്. ഏലിമാസ് എന്ന 8-ാമത്തെ വാക്യം, ഏലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം. അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. സ്തോത്രം. ഈ ഏലിമാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മജീഷ്യൻ, ഈ കള്ളപ്രവാചകൻ, അവനെ ആ ദേശാധിപതിയെ കയ്യിലെടുത്ത് അവന്റെ സ്വത്തും അല്ലെങ്കിൽ അവരുടേതായ ആ സകല സുഖ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ അനുഭവിച്ച് ഒരു ആഡംബര ജീവിതമൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കള്ളപ്രവാചകനാണ്. അപ്പോൾ ഇവനറിയാം, ഈ സെർഗ്യോസ് പൗലോസ് ഈ സുവിശേഷം കേട്ട് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഇവന്റെ വരുമാനം മുടങ്ങും, ഇവന്റെ ജീവിതം വഴിമുട്ടും. ഇവൻ ആ ദേശത്തെ ഒരു വലിയ ഒരു കള്ളപ്രവാചകനായി ദേശാധിപതിയെ പറ്റിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയം ചുരുക്കം മൂലം. കള്ളപ്രവാചകന്മാരുടെ
ഒരു വലിയ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വചനങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മുടെ സുവിശേഷങ്ങളിൽ പിന്നെ ഇവിടെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സ്തോത്രം ഇവരുടെ വിശ്വാസത്തെ ഒപ്പോസ് ചെയ്തു, എതിർത്തു നിന്നു. സ്തോത്രം. അതൊരു ഭയങ്കര വെല്ലുവിളിയാണ് ഇവർക്ക്. ഇവിടെ ഒരു ചലഞ്ച് ഇവിടെ വരികയാണ്. ഈ ദേശത്ത് നമ്മൾ എവിടെ സുവിശേഷം പറയുന്നോ അവിടെ ഇരുട്ടിന്റെ ശക്തികൾ അതിനെ എതിർക്കുവാനായിട്ട് പലരെയും കയ്യിലെടുക്കും. സ്തോത്രം. ഇതാണ് നമുക്കൊരു വലിയ വെല്ലുവിളി. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു പട്ടം പറത്തുന്ന ഒരു വ്യക്തി, ഒരു ബാലൻ, ആ പട്ടം പറക്കണമെങ്കിൽ അതിനകത്ത് ശക്തമായ കാറ്റ് വേണം. ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ശക്തമായ കാറ്റടിച്ചേ മതിയാകത്തുള്ളൂ. ആ കാറ്റടിച്ചു പോകുമ്പോഴാണ് ആ പട്ടം ഉയർന്നുയർന്നു പോകുവാനിടയായി. ആ കാറ്റാണ്. ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതികൂല കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോഴാണ് നമ്മുടെ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. അങ്ങനെയാണ് സ്തോത്രം യേശുവിന്റെ നാമം മഹത്വപ്പെടുന്നത്. അങ്ങനെയാണ് ദൈവപ്രവൃത്തി വ്യാപകമായി അറിയപ്പെടുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ ഫലം നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. പ്രതികൂലമില്ലാത്തിടത്ത് സ്തോത്രം, ശക്തമായ പ്രതികൂലങ്ങൾ ഇല്ല എങ്കിൽ നമ്മുടെ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി വെല്ലുവിളികളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. പലതരത്തിലുള്ള വെല്ലുവിളികളുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ശക്തമായ പ്രതികൂലങ്ങളിൽ കൂടെയാണ് സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിച്ചിരിക്കുന്നത്, ശക്തമായത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇവനിത് ഒപ്പോസ് ചെയ്യുകയാണ്. ഇവൻ ആ വിശ്വാസത്തിലേക്ക് സെർഗ്യോസ് പൗലോസ് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. അപ്പോസ്തലനായ, അല്ലെങ്കിൽ ഇവിടെ ശൗലിന് കാര്യങ്ങൾ പിടികിട്ടി. ഇവിടെ ഒരു ഇരുട്ടിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വിവേചന വരം ഉള്ളവരായി തീരണം. നമ്മളൊരു ദേശത്ത്, ഒരു സ്ഥലത്ത് നമ്മൾ എത്തപ്പെടുമ്പോൾ അവിടെയുള്ള അന്തരീക്ഷം നമ്മളെ മനസ്സിലാക്കിയില്ല. ആ ഒരു വിവേചനം സ്തോത്രം, ദൈവമക്കളായ നാം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഉൾപ്പെടെയുള്ളവരെ കാര്യമാണ് ഇന്ന് രാത്രി പറയുന്നത്. നമ്മളത് ഒരു വിവേചന വരം നമുക്ക് പ്രാപിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാരെ തടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ശാസിക്കുന്നിടത്ത് ശാസിച്ച്, ഇരുട്ടിന്റെ ശക്തികളെ ശാസിച്ച് അതിനെ ഒതുക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനുള്ള അതോറിറ്റി, അധികാരം അന്ത്യോക്യയിലെ സഭയിൽ അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചപ്പോൾ അവരുടെ മേൽ സ്തോത്രം ശൗലിന്റെ മേൽ, അല്ലെങ്കിൽ പോളിന്റെ മേൽ ഈ അധികാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സ്തോത്രം അല്ല, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. സ്തോത്രം. നമ്മളെ ഓരോരുത്തരെയും ദൈവം അയച്ചത്, പിതാവാം ദൈവം സ്തോത്രം ഭൂമിയിൽ യേശുവിനെ എങ്ങനെ അയച്ചു? അതേ അധികാരത്തോടെ, അതേ ശുശ്രൂഷയോടെ, ഹല്ലേലൂയ സ്തോത്രം, അത് ഫുൾഫിൽ ചെയ്യുവാനാണ് ദൈവം നമ്മളെയും അയച്ചത്. ഈ ഭാഗങ്ങൾ കുറച്ച് ആത്മീക മർമ്മങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്ര സമയമെടുത്ത് അത് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ പൗലോസ് ആ സമയത്ത് ഒരു ശക്തമായ അനോയിന്റിങ് പൗലോസിന്റെ മേൽ വരികയാണ്. ഒരു പൗലോസിന്റെ മേൽ ഒരു നിയോഗം വരികയാണ്. അവിടെ പറയുന്ന, അപ്പോഴാണ് ലൂക്കോസ് ഈ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ ഭാഗത്താണ് ആ 9-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കും. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടതയും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? സ്തോത്രം. ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സുവിശേഷത്തിന് എതിര് വന്ന അന്ധകാര മണ്ഡലങ്ങളെ വളരെ ശക്തിയായി തൻ്റെ മേലുള്ള അനോയിന്റിങ് ഉപയോഗിച്ച് അതിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ആത്മനിറവിൽ സ്തോത്രം അവന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുവാനിടയായി തീർന്നു, സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, യു ആർ ഫുൾ ഓഫ് ഓൾ ഡിസീറ്റ് ആൻഡ് ഫ്രോഡ്. നീ ഒരു ഫ്രോഡാണെന്നവിടെ ഇംഗ്ലീഷിൽ ഫ്രോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. യു സൺ ഓഫ് ദ ഡെവിൾ. അവന്റെ മുഖത്ത് നോക്കി
പറയും. കാലഘട്ടം നമുക്ക് എത്ര പേർക്ക് ഹല്ലേലൂയ ഇങ്ങനെയുള്ളവരെ നോക്കി പറയുവാനുള്ള തൻ്റെ ഇടമുണ്ട്. സുവിശേഷ വിരോധമായി സത്യസുവിശേഷം യഥാർത്ഥമായി പ്രചരിക്കാതിരിക്കുവാൻ തടയിടുന്ന ദുരുപദേശങ്ങൾ പറയുന്ന കള്ളപ്രവാചകന്മാരെ ഹല്ലേലൂയ ഇരുട്ടിൽ നിർത്തുവാൻ, ഇരുട്ടിന്റെ അധികാരി ഇരുട്ടിലാക്കുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? നിരന്തരമായി അമ്മയുടെ വിശ്വാസത്തെ അടുത്തുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഇവനെ ഹല്ലേലൂയ സ്തോത്രം പരസ്യമായി ധൈര്യത്തോടെ ഹല്ലേലൂയ പൗലോസ് ശാസിക്കുക മാത്രമല്ല, ഹല്ലേലൂയ അവനോട് പറയുന്ന അടുത്ത വാക്യം ഇതാണ്, 14ാമത്തെ വാക്യം. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴാൻ പോവുകയാണ്. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ, ഒരു സമയത്തേക്ക് നീ സൂര്യനെ കാണാതെ. നോക്കിയ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റുമായിട്ടുള്ള എൻകൗണ്ടറിൽ ഹല്ലേലൂയ പൗലോസിന്റെ കാഴ്ച കുറച്ചു സമയത്തേക്ക് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ അതേ അനുഭവം സ്തോത്രം ഒരുപക്ഷെ പൗലോസിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. ഞാനങ്ങ് ചിന്തിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് അവിടെ അതും അന്ന് ശൗൽ അല്ലെങ്കിൽ പൗലോസ്, ഇവിടെ ഈ ശൗൽ എന്ന് പറയുന്നത് ഒരു ജൂയിഷ് നെയിമാണ്. അതെ ശൗൽ. ഇവിടെ പോൾ എന്ന് പറയുന്നത് റോമൻ പേരാണ്, പോൾ എന്ന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്ത് വരും പറയാം. അപ്പോൾ പോൾ എന്ന റോമൻ പേര് അവിടെ ഹല്ലേലൂയ ഇവിടെ മുതലാണ് ഇത് ഇങ്ങോട്ട് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് റോമിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഇവിടെ ദേശാധിപതിയുടെ പേര് സെർഗ്യൂസ് പൗലോസ് എന്നാണ്. ആ ഒരു പേരിലാണ് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് ഇവിടെ അറിയപ്പെടുന്നത്. റോമൻ പേരാണ്. സ്തോത്രം. ജൂയിഷുകാരുടെ ഇടയിൽ ശൗൽ എന്നും റോമൻകാരുടെ ഇടയിൽ ഹല്ലേലൂയ പൗലോസ് എന്നും ഹല്ലേലൂയ പൗലോസ് അറിയപ്പെടും. റോമൻ പൗരനാണ് പൗലോസ്. അതുകൊണ്ടാണ് അവിടെ ലൂക്കോസ് അപ്രകാരം എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് ലൂക്കോസ് പൗലോസ് എന്നുള്ള പേരാണ് തുറന്നുള്ള ഭാഗങ്ങളിൽ എഴുതിയതെന്നുള്ളത് ചരിത്രകാരന്മാർ ഹല്ലേലൂയ സ്തോത്രം അവകാശപ്പെടുന്നത് ഈ സെർഗ്യോസ് പൗലോസ് യേശുവിനെ രക്ഷകനായി അല്ലെങ്കിൽ ഈ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു ദേശാധിപതിയെ കർത്താവിനെ കീഴടങ്ങിയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ട് ആ പേര് ഹല്ലേലൂയ തുടർന്ന് പൗലോസ് അത് സ്വീകരിച്ച് അല്ലെങ്കിൽ അതിൽ അറിയപ്പെടുവാൻ പൗലോസ് ആഗ്രഹിച്ചു. പോലും അവരുടെ ആദ്യത്തെ മിഷണറി യാത്രയിൽ ഒരു ദേശാധിപതിയെ തന്നെ യേശുവിന് വേണ്ടി കീഴടക്കുവാൻ ഇടയായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പൗലോസ് എന്ന പേര് മുഴുവനായിട്ട് അധ്യായങ്ങളിലും ലേഖനങ്ങളിലും അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു എന്ന് ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതൊന്നും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ റോമൻ പേരാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒരു സമയത്തെ കൈ നിന്റെ കർത്താവിന്റെ കരം നിന്റെ മേൽ വീഴും. ഹല്ലേലൂയ. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കൈ വീഴുവാനിടയായിത്തീരും. അതിന് യാതൊരു അത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സുവിശേഷത്തിന് വിരോധമായി വരുന്ന ആരായാലും ഏത് അധികാരികളായാലും അവരുടെ മേൽ കർത്താവിന്റെ കൈ വീഴുവാൻ ഇടയായിത്തീരുമെന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവനൊരു സമയത്തെ ഇവനാകെ ബ്ലൈൻഡ് ആയിപ്പോയി. അവനെ തിമിരം പിടിച്ചു. അവനോടെ തപ്പി നടന്നവൻ എങ്ങോട്ട് പോയി എന്നറിയത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം ദേശാധിപതിയെ ജീവിതത്തെ പിടിച്ചു കുലുക്കുവാനിടയായി തീർന്നു. അവിടെ ദേശാധിപതി സ്നാനപ്പെട്ടതോ ഒന്നും അവിടെ പറയുന്നില്ല. പക്ഷേ 12ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. കർത്താവിന്റെ ഉപദേശത്തിൽ ഭയങ്കരമായി ആശ്ചര്യപ്പെടും, വിസ്മയിക്കുവാനിടയായി. അതുകൊണ്ട് വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സ്നാനപ്പെട്ടോ എന്ന് ഒന്നും നമുക്കിവിടെ അറിയത്തില്ല. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. കാര്യം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതായിരിക്കാം. പക്ഷെ പിന്നീട് ഇതിന്റെ ഒരു ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരുപാട് പേര് ക്രിസ്ത്യാനികളായതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ഭാഗങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ അതിന്റെ 13ാമത്തെ വാക്യത്തിൽ പറയുന്നു, പൗലോസും കൂടെയുള്ളവരും പമ്പോസിൽ നിന്ന് കപ്പൽ നീക്കി പമ്പുല്യ ദേശത്തിലെ പെർഗയ്ക്ക് എന്നും അവിടെ വെച്ച്
യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുസലേമിലേക്ക് മടങ്ങിപ്പോയി. അതുവരെ ഈ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ, ആ യുവാവ്, ഇവർക്ക് സെർവൻ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇവരെ സഹായിക്കാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ ഒരു എന്തുകൊണ്ട് വിട്ടുപിരിഞ്ഞു, പിന്നീട് നമ്മൾ 15-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യങ്ങൾ 36-ാമത്തെ വാക്യങ്ങളിൽ വരുമ്പോൾ, സ്തോത്രം, ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് ബർന്നബാസ് പോകാതെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചിന്തിക്കും. അല്ലെ, ഞാൻ കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മർക്കോസ് എന്തുകൊണ്ട് വിട്ടുപിരിഞ്ഞു, ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടും, ഒരു പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥകൾ, അതൊന്നും അവിടെ പിടിച്ചു നിൽക്കുവാൻ അവർ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് പിന്നെ പലതരത്തിലുള്ളതായിട്ടുള്ള ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും ഒരു പക്ഷേ ഇവരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ഇദ്ദേഹത്തെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയിരിക്കാം. അല്ലെങ്കിൽ പൗലോസിൻ്റെ ഈ മർക്കോസ് ഇച്ചിരി പാരമ്പര്യമായി പാരമ്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ട്, ഈ നമ്മൾ ഈ പാരമ്പര്യം പെന്തക്കോസ്തുകാർ ചില കഠിനമായ ഉപദേശങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നവരുള്ളതുപോലെ ഒരു കഠിനമായ അല്ലെങ്കിൽ പാരമ്പര്യമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സൗജന്യമായി ഹല്ലേലൂയ നീതീകരണവും സുവിശേഷവും ഇതൊക്കെ പറയുമ്പോൾ മർക്കോസ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പൗലോസുമായിട്ടൊരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവിടെ വെച്ച് പിരിഞ്ഞു പോയതായിരിക്കാം എന്ന് ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്തു തന്നെയായാലും മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ ഇവരെ വിട്ട് പിരിയുന്നു. പിന്നീട് പൗലോസും ബർന്നബാസും അവിടെ നിന്ന് എൻ്റെ 14-ാമത്തെ അവർ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ എത്തിയതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ലൈമറ്റ് വളരെ, അവിടെ സർവേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് പിസിദ്യയിലെ അന്ത്യോക്യ എന്ന് പറയുന്നത്. അതാണ് ഗലാത്യ എന്ന് പറയുന്ന ഈ സ്ഥലം. ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം സ്തോത്രം പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലേക്ക് എത്തുവാൻ ഇടയായിത്തീർന്നു. ഇത് ഏകദേശം പിന്നെ ഇവിടെ നിന്ന് ഈ പമ്പുല്യ ആ സ്ഥലത്തെ, അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ പൊക്കമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലമെന്നാണ് എൻ്റെ ഭൂപ്രകൃതി പറയുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റും കാലാവസ്ഥകളും പൗലോസ് ഒരുപക്ഷെ മലമ്പനി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കിവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല, ചരിത്രമാണ് അതൊക്കെ. അതുകൊണ്ട് അവർ ഈ കാലാവസ്ഥയോ അല്ലെങ്കിൽ മർക്കോസ് അവരുടെ കൂടെ നിന്ന് വിട്ടുപിരിഞ്ഞതോ ഒന്നും തന്നെ അവിടെ സുവിശേഷത്തെ ഹല്ലേലൂയ ഒരിക്കലും അത് തടയിടുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി നമ്മളെ പലപ്പോഴും പ്രിയമുള്ളവരെ ജീവിതത്തിൽ പല വെല്ലുവിളികളും ചലഞ്ചസുകളും നമ്മൾ നേരിടേണ്ടി വരും. നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിച്ചവരോ നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരോ ഒന്നും പലപ്പോഴും ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ ഇട്ടേച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് തീമോഥെയോസിലെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് ഹല്ലേലൂയ സ്തോത്രം തെസ്സലോനിക്കയോ അങ്ങനെ എന്തൊരു വാക്യം തീമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. സ്തോത്രം അവിടെ വിട്ട് ദൽമാത്തേക്ക് പോയി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി വന്നപ്പോൾ ഈ റോമിലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഈ സിവറേജ് പൈപ്പ് ലൈൻ പോകുന്നത് ഈ പൗലോസ് കിടന്ന കാരാഗൃഹത്തിന്റെ സമീപത്തൂടെയാണ്. ഈ സിവറേജ് ലൈനിൽ നിന്ന് ഭയങ്കരമായ ഫോൾ സ്മെല്ല് ഇത് രാത്രികാലം ഇതിങ്ങനെ വരും. ഇത് ഒരിക്കലും ഈ മണം അടിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ഈ ദേമാസിന് ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പൗലോസിന്റെ ബൈസ്റ്റാൻഡറായിട്ട് കൂടുന്ന ദേമാസ്, പൗലോസിന്റെ ശുശ്രൂഷയിലെ സഹയാത്രികനായിരുന്ന ദേമാസിന് ഹല്ലേലൂയ പൗലോസിന്റെ കൂടെ ആ സെല്ലിൽ ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ മണം അടിച്ചിട്ട് അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആമേൻ അവിടെ നിന്ന് പൗലോസിനെ വിട്ടുപോയതായിട്ടാണ് ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്നും ഇവിടെ തീമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ലോകത്തെ സ്നേഹിച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഗലാത്യ ദേശം അല്ലെങ്കിൽ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന് ഒന്ന് വായിച്ചു. നമുക്കൊരു ശബ്ബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകനും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരെ അടുക്കൽ ആളയച്ച്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരുപക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഭാഗങ്ങൾ വിവരിക്കുന്നില്ലെങ്കിൽ ആ ദേശത്ത് അവർ സുവിശേഷം പറഞ്ഞ് തന്നെ പോയിട്ടുണ്ടാവാം, പരസ്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം, ഇവരെ പറ്റിയുള്ള വാർത്തകളൊക്കെ ജനം അറിഞ്ഞിട്ടുണ്ടാകാം. യഹൂദന്മാർ ഇവരുടെ സിനഗോ ശബ്ബത്ത് ഇവരുടെ പള്ളിയിൽ ഹല്ലേലൂയ സ്തോത്രം ന്യായപ്രമാണം
പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. നമ്മൾക്കറിയാലോ, കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചതായിട്ട്, അത് വായിച്ചപ്പോൾ അതിനെപ്പറ്റി ഒരു വിശദീകരണം കർത്താവ് കൊടുക്കുന്നു. ഇവിടെ ഇവര് ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും ഒക്കെ വായിച്ചപ്പോൾ ഇവരുടെ അടുത്തേക്ക് അവിടെയുള്ള പ്രമാണിമാർ വന്നിട്ട്, പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, അല്ലെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. ഇതൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെ സംബന്ധിച്ചോളം ലഭിക്കുന്നത്. പലപ്പോഴും നമുക്ക് അവസരങ്ങൾ ലഭിക്കാറില്ല. ഞാൻ വായിച്ചപ്പോൾ വിചാരിച്ചു, കർത്താവേ, ഇവിടെയുള്ള കത്തോലിക്ക പള്ളികളിലും നാട്ടിലുള്ള മർത്തോമ യാക്കോവ ചർച്ചുകളിലൊക്കെ നമ്മളെ ഈ സുവിശേഷകന്മാരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവിടെയൊക്കെ പോയി സുവിശേഷം പറഞ്ഞ് കുറെ പേര് രക്ഷയിലേക്ക് നയിക്കുമായിരുന്നു. ഇവിടെ ഒരു പക്ഷേ ഇവരുടെ സുവിശേഷം കേട്ട് ദേശാധിപതി ഒക്കെ മാനസാന്തരപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ സ്പ്രെഡായിട്ടുണ്ടാകും. കർത്താവിന്റെ സുവിശേഷം കേട്ടപ്പോൾ ഈ ഒരു ദേശാധിപതിയുടെ ഈ ഇതിലേക്ക് വന്നത് അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ഇതിന് റീസണായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെയാണ് ഹല്ലേലൂയ സ്തോത്രം, ഇവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പൗലോസ് എഴുന്നേറ്റ് വളരെ ശക്തമായി നടത്തുന്ന ഒരു പ്രസംഗമാണ് 16 മുതൽ ഹല്ലേലൂയ സ്തോത്രം 37, 38, 39, 40 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ എടുത്ത് ഞാൻ വിവരിക്കുന്നില്ല. വിവരിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ അധ്യായങ്ങൾ കൂടുതലായിട്ട് തീർക്കുവാൻ കഴിയത്തില്ല. ഇതൊക്കെ നമുക്ക് കർത്താവിന്റെ ദാസൻ അത് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അവിടെ അബ്രഹാം തൊട്ട് ശലോമോൻ വരെയുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ വരെ പറഞ്ഞപ്പോൾ ഈ സ്തേഫാനോസ് ഈ ഇച്ചിരി കടുപ്പിച്ചാണ് പറഞ്ഞത്. സന്നിഹിതന സംഘത്തോട് വളരെ ശക്തമായിട്ട് എതിർത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പ്രവാചകന്മാർ, ഞാൻ ആ ഭാഗങ്ങളൊന്നും ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുവരെ സ്തേഫാനോസിന് അവിടെ യേശുവിലേക്ക് എത്താനായിട്ട് സ്തേഫാനോസിന് ചാൻസ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഇവര് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറയാൻ അവരെ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായി തീർന്നു. പക്ഷെ എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്, പത്രോസിനും ഒക്കെ നല്ല അവസരങ്ങൾ ലഭിക്കാൻ ഇടയായി തീർന്നു. ഇവിടെ ഈ പൗലോസ് ശക്തമായിട്ട് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ചരിത്രം മുതൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ചരിത്രങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ട് അവർ വായിച്ച ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ ആധാരമാക്കി ശക്തമായി യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അവിടെ അതിന്റെ 23-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. 2 മിനിറ്റ്. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിലൊക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ, നിങ്ങൾ എന്നെ ആർ എന്ന് നിരൂപിക്കുന്നു? ഞാൻ മശിഹ അല്ല, അവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ കാലിലെ ചെരുപ്പ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന് ദൈവഭക്തന്മാരായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനമായി അയച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗം ഇവിടെ ഞാൻ 26 ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിപ്പാൻ സമയത്തിന്റെ പരിമിതി മൂലം ഇവിടെ നിർത്തുകയാണ്. സ്തുതിയ ഭാഗങ്ങൾ തുടർന്ന് വിശദമായിട്ട് പിന്നെ നമുക്ക് ചിന്തിപ്പാൻ സമയം കടന്നു വയ്ക്കുന്നു. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. സ്തുതിയ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൗലോസിന്റെ അഡ്രസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. പൗലോസ് അവരെ ആ ഒരു ഭാഗം മാത്രമാണ് അഡ്രസ് ചെയ്യാൻ തുടങ്ങുന്നതും അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലും അഡ്രസ് ചെയ്യുന്ന ഒരു ഭാഗം ഇവിടെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ടാണ് ഒരു സുവിശേഷം പറയുന്നത്. അവർ ഒരിക്കലും അവരുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ ഒന്നും കട്ട് ചെയ്തതായിട്ട് അവർ പറയുന്നില്ല. അവർ വളരെ പൗലോസ് കുറച്ചുകൂടെ നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എപ്പോഴും ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് വ്യക്തമാകും. ഒരിക്കലും പൗലോസ് അവരുടെ ഒരു നെഗറ്റീവ് അല്ല ആദ്യം എടുത്തു കാണിക്കും. അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരുടെ നല്ല കാര്യങ്ങളെ തുറന്നു കാട്ടുന്ന എല്ലാ ലേഖനങ്ങളും അങ്ങനെയാണ്. അത്ര ഒരു ആ ഒരു അർത്ഥത്തിലാണ് ഇസ്രായേൽ പുരുഷന്മാരെ എത്ര വളരെ റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്നു. ദൈവഭക്തന്മാരെ നമ്മളങ്ങനെ പല സുവിശേഷകന്മാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ മതങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വളരെ വൈകൃതമായിട്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ സുവിശേഷത്തിന് ഒരു തട വരുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അവരെയൊക്കെ പരസ്യമായി അവരെ ഖണ്ഡിക്കുക,
അവരെ കട്ട് ചെയ്യുക, അവരുടെ വിശ്വാസത്തെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ പൗലോസ്, പിന്നെ നമ്മൾ തുറന്നുമാനമായി ചിന്തിക്കുമ്പോൾ പൗലോസ് അങ്ങനെ തന്നെ അവരെ ഭക്തന്മാരായുള്ളവരെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കള് ദൈവഭക്തന്മാർ എന്ന് പറയുമ്പോൾ ഇവരോട് ചേർന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ജാതികളായ. അവർ ഇസ്രായേലിൽ മതം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആചാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ഒരു ഭക്തി കാണിക്കുന്ന ഭക്തന്മാരെ, അല്ലെങ്കിൽ ദൈവത്തെ ഭയമുള്ള ആൾക്കാരെ അങ്ങനെ അഡ്രസ് ചെയ്തിരിക്കും. നമ്മൾ സുവിശേഷം പലപ്പോഴും നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ വിശ്വാസത്തെയോ ആചാരങ്ങളെയോ ഹർട്ട് ചെയ്യാൻ പാടില്ല. അവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമുക്കവരെ നേടുവാനാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ യേശുവിനേക്ക് ചൂണ്ടേണ്ടത് ഇന്ന് രാത്രി മനസ്സിലാക്കുന്നു. അവിടെ 26-ാം വാക്യം വായിക്കുമ്പോൾ, അബ്രഹാം വംശത്തിലെ മക്കളും ദൈവ ഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. പൗലോസിന്റെ വളരെ ശക്തമായി, അതായത് ആ ചരിത്രം അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കാണപ്പെടുന്നത് അങ്ങനെയാണ്. ഞാൻ ഭാഗങ്ങൾ ഇവിടെ നിർത്തുന്നു. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചത് ഹല്ലേലൂയ അവരെ ദൈവസഭ, അന്ത്യോക്യയിലെ സഭയിൽ അവരുടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ മേൽ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ പദ്ധതിക്ക് അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം അവരെ പറഞ്ഞയച്ചു, പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ നടന്നു, ശക്തമായി സുവിശേഷം പ്രചരിപ്പിച്ചു. അത് മുഖാന്തരം ഒരു ദേശ അധിപതി തന്നെ യേശുവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. കള്ളപ്രവാചകന്മാരെയും ഇരുട്ടിന്റെ അധികാരങ്ങളെയൊക്കെ തടുത്തുകൊണ്ട് പോകുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ സുവിശേഷത്തിന്റെ ഒരു ശക്തമായ ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ ശരിക്കും പഠിച്ചാലേ നമുക്ക് ഒരു സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാനുള്ള നല്ലൊരു സ്ട്രാറ്റജി നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരുമെന്ന് ഈ ഭാഗങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ചകളിൽ തുടർമാനമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.